ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അലയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി, സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് സിസ്റ്റം, ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ്, UPI, ഗ്രോ റിപ്പോർട്ട്, എപ്പിഡമിക് ഡിസീസ് ആക്ട്, റൈസിംഗ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അലയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ്. ഈ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എടുക്കാനുള്ള കാരണം ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവർ ഗ്ലോബൽ അലയൻസ് ടു ബ്രിഡ്ജ് ദ ജെൻഡർ ഇക്വിറ്റി ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ഈ ഗ്ലോബൽ അലയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ് ജെൻഡർ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുണ്ടായിരുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 54ാമത്തെ ആനുവൽ സമ്മിറ്റിൻ്റെ സമയത്ത് ഇന്ത്യ നേതൃത്വം നൽകി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ബേസിക്കലി 2023 G20 സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ആ G20 ലീഡേഴ്സ് ഡിക്ലറേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്ത്യയുടെ ഈ വുമൺ ലെഡ് ഡെവലപ്മെന്റിന് നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റിനുള്ള ഒരു ഫെർദർ ആക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അലയൻസിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് വുമൺസ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എന്റർപ്രൈസ് ഇങ്ങനെയുള്ള ഏരിയാസിൽ ഗ്ലോബലി നമുക്ക് കാണാൻ സാധിക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ നോളജ് ഷെയറിങ്, ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇതിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ CII എന്ന് പറയുന്നതും അതുപോലെ തന്നെ സെന്റർ ഫോർ വുമൺ ലീഡർഷിപ്പുമാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എടുക്കാനുള്ള കാരണം ഈ ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഇതിപ്പോഴും നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിനിസ്ട്രി ഓഫ് ടൂറിസവുമായിട്ട് ചേർന്നിട്ട് 2023 നവംബർ 2 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുതിയ റേറ്റിംഗ് സിസ്റ്റമാണ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു റേറ്റിംഗ് സിസ്റ്റം എന്തിനാണ് റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസിനെയാണ് ഇവർ റേറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സേഫ് ആയിട്ടുള്ള സാനിറ്റേഷൻ പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഈ സേഫ് ആയിട്ടുള്ള സാനിറ്റേഷൻ പ്രാക്ടീസസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടൽ ഫെസിലിറ്റീസിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസിനെ ഇതിൻ്റെ കീഴിൽ റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന ട്രാവൽ ഫോർ ലൈഫ് കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന്റെ, അവരുടെ കീഴിൽ വരുന്നൊരു നീതി ആയോഗിന്റെ കീഴിൽ വരുന്ന ഒരു മിഷൻ ലൈഫ് എന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന കമ്മിറ്റ്മെന്റുകളുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇവരുടെ സാനിറ്റേഷൻ പ്രാക്ടീസസ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു റേറ്റിംഗ് സിസ്റ്റമാണ് ഈ പറയുന്ന സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന റേറ്റിംഗ് സിസ്റ്റം ബേസിക്കലി ഒരു വളണ്ടറി റേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്തൊരു 3 ഫേസുകളാണുള്ളത്. ഓറിയന്റേഷൻ, വളണ്ടറി ഡിക്ലറേഷൻ ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 സ്റ്റേജുകളാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. അപ്പോൾ ഇത് മോണിറ്റർ ചെയ്യുന്നത് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റീസും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ സബ് കമ്മിറ്റീസും ഒക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പ് ആണ്. ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എർത്ത് വൈഡ് ടെലിസ്കോപ്പ് കൺഫേംസ് ബ്ലാക്ക് ഹോൾസ് ഷാഡോ ഈസ് റിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് കൊടുത്തു, ഒരു ഹെഡിങ്ങിൽ അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്ലാക്ക് ഹോൾസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. വളരെ നല്ലൊരു ആർട്ടിക്കിളാണ്, പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ള ടെലിസ്കോപ്പാണ് ഈ ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടോപ്പിക് എടുക്കാനുള്ള കാരണം ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു സിംഗിൾ ടെലിസ്കോപ്പ് അല്ല, ഇതൊരു ടെലിസ്കോപ്പ് അരയാണ്. അതായത് ഗ്ലോബലി ഏകദേശം 8ഓളം പ്രദേശങ്ങളിൽ കിടക്കുന്ന ഒരുപാട് രാജ്യങ്ങളായിട്ട് പടർന്നു കിടക്കുന്ന കുറേ റേഡിയോ ടെലിസ്കോപ്പുകൾ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ടെലിസ്കോപ്പാണ്, അല്ലെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഇതൊരു ലാർജ് ടെലിസ്കോപ്പ് അറേ കൺസിസ്റ്റിംഗ് ഓഫ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് റേഡിയോ ടെലിസ്കോപ്പ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത് 2009
അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾസിന്റെ ഇമേജസ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഡിസൈൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് 13ഓളം പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ HTയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഇതിന്റെ ഫണ്ടിങ് വരുന്നത് US-ന്റെ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാഷണൽ സയൻസ് ഫൗണ്ടേഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ റിസർച്ച് കൗൺസിലും ഈ ഫണ്ടിങ്ങിനകത്ത് വലിയ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയിലുള്ള ചില ഫണ്ടിങ് ഏജൻസീസും ഈ പ്രൊജക്ടിന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവർ ഈ പറയുന്ന ബ്ലാക്ക് ഹോൾസിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വെരി ലോങ് ബേസ് ലൈൻ ഇന്റർഫെറോമെട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ VLBI എന്ന് പറയുന്ന ഒരു ടെക്നീക്കാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് UPI ആണ്, അല്ലെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്, പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. അപ്പോൾ മൗറീഷ്യസും ശ്രീലങ്കയിലും ഒക്കെ UPI ലോഞ്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 19 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് UPIനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ UPI എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. UPI ഈസ് എ ഡിജിറ്റൽ ആൻഡ് റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള NPCI അല്ലെങ്കിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റമാണ് UPI എന്ന് പറയുന്നത്. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ്. 2016 UPI ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് പിയർ ടു പിയർ ആയിട്ടുള്ള ഇന്റർ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ഒരു സിംഗിൾ 2-ക്ലിക്ക് ഫാക്ടർ ഒതന്റിക്കേഷനിലൂടെ നമുക്ക് നടത്താൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റമാണ്. കാരണം നമ്മൾ നോർമലി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ടി വരും, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഈ IFSC കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ UPIയുടെ കേസിൽ അതൊന്നും വേണ്ട. UPIയുടെ കേസിൽ ഒന്നുകിൽ ആളുടെ മൊബൈൽ നമ്പർ, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതല്ലെങ്കിൽ UPI ID, അതല്ലെങ്കിൽ QR കോഡ്, അല്ലെങ്കിൽ വെർച്വൽ പേയ്മെന്റ് അഡ്രസ്സ്, ഇങ്ങനെയുള്ള ഇതിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫർ നടത്താൻ പറ്റും. ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും ഇല്ലാതെ ഇത്തരത്തിൽ ഇന്റർ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് നടത്താൻ പറ്റുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റമാണ് UPI എന്ന് പറയുന്നത്. UPI എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പേയ്മെന്റ് ഇന്റർഫേസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസിന് അവരുടെ പ്രൊഡക്ട്സിന്റെ ഭാഗമായിട്ട് UPI യൂസ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ പേക്കകത്ത് അല്ലെങ്കിൽ ഫോൺ പേ, Paytm ഇങ്ങനെയുള്ളവരൊക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ തന്നെ ഭാരത് പേയിലൊക്കെ ഈ പറയുന്ന UPI ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഒരു തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒരു നെസസിറ്റി ഇത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ UPIക്കകത്ത് കോമൺ ആയിട്ട് ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ പിന്നുകൾ ഉണ്ടാകും. അപ്പോൾ അത് ക്രോസ് ഓപ്പറബിലിറ്റിയും അതുപോലെ തന്നെ 24/7 ട്രാൻസാക്ഷൻസും എനേബിൾ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്രോ റിപ്പോർട്ടാണ്. സോ ഗ്രോ റിപ്പോർട്ട് അല്ലെങ്കിൽ ഗ്രീനിങ് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ് വിത്ത് അഗ്രോ ഫോറസ്ട്രി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇത് നീതി ആയോഗ് ഇപ്പോൾ റീസെന്റ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇതൊരു റിപ്പോർട്ട് മാത്രമല്ല, ഈ പേരിലൊരു പോർട്ടലും കൂടി നീതി ആയോഗ് റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫേർട്ടാണ്. നീതി ആയോഗ് ലീഡ് ചെയ്യുന്നൊരു മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫേർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ചെയ്യുന്നത് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട്, റിമോട്ട് സെൻസിങ്ങും GIS-ഉം യൂസ് ചെയ്തുകൊണ്ട് അഗ്രോ ഫോറസ്ട്രി സ്യൂട്ടബിലിറ്റി, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും അതിൻ്റെ സ്യൂട്ടബിലിറ്റി എത്രത്തോളമാണെന്ന് പഠിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു തിമാറ്റിക് ആയിട്ടുള്ള ഡാറ്റാ ബേസ് അല്ലെങ്കിൽ ഡാറ്റാ സെറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു അഗ്രോ ഫോറസ്ട്രി സ്യൂട്ടബിലിറ്റി ഇൻഡെക്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വൈസ് അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് വൈസ് അനാലിസിസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിനും ഈ ഗ്രീനിങ് ആൻഡ് റിസ്റ്റോറേഷൻ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എപ്പിഡമിക് ഡിസീസ് ആക്ട് ആണ്. സോ ഈ എപ്പിഡമിക് ഡിസീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ എപ്പിഡമിക് ഡിസീസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കൊളോണിയൽ എറ ലോസിലൊന്നാണ്. 1897 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് ഈ എപ്പിഡമിക് ഡിസീസ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എപ്പിഡമിക് ഔട്ട് ബ്രേക്സിനെ ഫൈറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എപ്പിഡമിക് ഔട്ട് ബ്രേക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മാനേജിങ്ങിൻ്റെ ഒരു പ്രൈമറി ലെജിസ്ലേറ്റീവ് ഫ്രെയിം വർക്കാണ് എപ്പിഡമിക് ഡിസീസ് ആക്ടിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് 1897 വന്നിട്ടുള്ള ഒരു കൊളോണിയൽ എറ നിയമമാണ്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ചാലഞ്ചസിനെ ഫേസ് ചെയ്യുന്നത് എത്രത്തോളം സ്യൂട്ടബിൾ ആണെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ലോ കമ്മീഷൻ റിപ്പോർട്ടിനകത്തേക്ക് ഇതിനകത്ത് റിഫോംസ് ആവശ്യമാണെന്നുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇനി ഈ പറയുന്ന എപ്പിഡമിക് ഡിസീസ് ആക്ടുമായിട്ട്, നിലവിലുള്ള എപ്പിഡമിക് ഡിസീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഔട്ട്ഡേറ്റഡ് ലെജിസ്ലേഷൻ ആണ് എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. കാരണം ഏകദേശം ഒരു നൂറ്റാണ്ടിൽ കൂടുതൽ പഴക്കമുള്ള, അല്ലെങ്കിൽ ഒരു 125 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ലെജിസ്ലേഷനാണിത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മോഡേൺ ഡേ ചാലഞ്ചസിനെ, അല്ലെങ്കിൽ മോഡേൺ ഡേയിൽ നമ്മൾ കാണുന്ന എപ്പിഡമിക്കിനെയും പാൻഡമിക്സിനെയൊന്നും ഫൈറ്റ് ചെയ്യുന്നതിന് എത്രത്തോളം ഈ നിയമം കേപ്പബിൾ ആണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഈ നിയമത്തിനകത്ത് പലപ്പോഴും വളരെ അൺക്ലിയർ ആയിട്ടുള്ള ഒരു പവർ ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന്, ലോക്കൽ അതോറിറ്റീസിനൊക്കെ എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസും പവേഴ്സും ഉണ്ട്, ഇവരുടെയൊക്കെ റോൾ എന്താണെന്നുള്ള കാര്യം ഈ നിയമത്തിനകത്ത് കൃത്യമല്ല. അതുപോലെ തന്നെ ഇതൊരു കൊളോണിയൽ എറ നിയമം ആയതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവിന് വലിയ ഇതിൽ അധികാരം കൊടുക്കുന്ന ഒരു നിയമം കൂടിയാണ്. അപ്പോൾ വലിയ ഇതിലുള്ള മിസ്യൂസ് ഓഫ് പവറിനുള്ള സാധ്യതകൾ തുറന്നിടുന്നൊരു നിയമം കൂടിയാണിത്. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള മെക്കാനിസം ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് ഇല്ലാന്ന് നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോ കമ്മീഷന്റെ 286ാമത്തെ റിപ്പോർട്ടിനകത്ത് ഒരു എപ്പിഡമിക് പ്ലാനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും തയ്യാറാക്കണം ഈ നിയമത്തിന്റെ കീഴിൽ നിന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നിയമത്തിനകത്തുള്ള ഡെഫിഷ്യൻസീസ് അഡ്രസ് ചെയ്തുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് റൈസിങ് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ, എസ്പെഷ്യലി കേരളത്തിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിലും കൂടി വരുന്നൊരു കാര്യം കൂടിയാണ് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട്സ് കൂടി വരുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് പറയുന്നത്, ഒന്ന് ഈ ആനിമൽസിന്റെ ഹാബിറ്റാറ്റ് ലോസും അതിന്റെ ഫ്രാഗ്മെന്റേഷനുമാണ്. ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന വനപ്രദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് കുറഞ്ഞു വരുന്നത് ഒരു കാരണമാണ്. അതുപോലെ തന്നെ അതിന്റെ ഫ്രാഗ്മെന്റേഷൻ, അതായത് ഈ പറയുന്ന ഇവർ ജീവിച്ചു വരുന്ന പ്രദേശങ്ങൾ പരസ്പരം കണക്ട് ചെയ്യാനുള്ള കോറിഡോർസ് നഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ ആനത്താരകളൊക്കെ, അതായത് ഇവർ ട്രഡീഷണലി മൃഗങ്ങൾ സഞ്ചരിക്കുന്ന പാതകൾ, അതായത് വലിയൊരു കാടാണെങ്കിൽ ആ കാട് മറ്റുള്ള കാടുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറെ ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ ആ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടുതൽ നാട്ടുപ്രദേശങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഹാബിറ്റാറ്റിന്റെ ക്വാളിറ്റി ഡിക്ലൈൻ ചെയ്തതും ഒരു കാരണമാണ്. അതായത് വലിയ രീതിയിലുള്ള ഇൻവേസീവ് സ്പീഷീസുകൾ ഈ ഫോറസ്റ്റ് ഏരിയാസിൽ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇവർ നാച്ചുറലി ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം കിട്ടാത്തത്, അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഹാബിറ്റാറ്റിന്റെ ക്വാളിറ്റി ഇത്തരത്തിൽ കുറഞ്ഞതും ഇതിനുള്ള കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ, ലാൻഡ് യൂസ് ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, പോപ്പുലേഷൻ ഗ്രോത്ത് കാരണം അർബനൈസേഷൻ കൂടുന്നത്, ഈ വനപ്രദേശങ്ങളിലേക്കുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന്റെയും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ പേരിലുള്ള എൻക്രോച്ച്മെന്റ്, പ്ലാന്റേഷൻസിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്ന എൻക്രോച്ച്മെന്റ്, ഇതെല്ലാം തന്നെ ഈ മാൻ അനിമൽ കോൺഫ്ലിക്ട്സ് വർദ്ധിക്കാനുള്ള കാരണമായിട്ട് പറയാം. ഇനി ഇതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന ഇമ്പാക്റ്റുകളാണ്. ഒന്ന്, ആളുകളുടെ അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എക്കണോമിക് ലോസ്, അതായത് കൃഷിനാശം സംഭവിക്കും. അനിമൽ ഹസ്ബൻഡറി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ഈ മാംസബുക്കുകളായിട്ടുള്ള ജീവികൾ പുറത്തിറങ്ങുന്ന സമയത്ത്, പുലി, സിംഹം പോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അവർ നമ്മുടെ വളർത്തു മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ അനിമൽ ഹസ്ബൻഡറിക്കും അഗ്രികൾച്ചർ സെക്ടറിനും വലിയ ഇതിലുള്ള തിരിച്ചടിയാണ്. അതുപോലെ തന്നെ അത് കൂടാതെ ഇപ്പോൾ ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ടൂറിസം പോലുള്ള ആക്ടിവിറ്റീസിനൊക്കെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ പ്ലാന്റേഷൻ വർക്കുകളൊക്കെ നിർത്തിവെക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് മൈഗ്രേഷൻ, ഈ പറയുന്ന വന്യജീവി ആക്രമണങ്ങൾ കൂടുന്ന സമയത്ത് ആളുകൾ അവിടുന്ന് മാറി താമസിക്കാൻ നിർബന്ധിതരാകും. അവരൊരു ഫോഴ്സ്ഡ് മൈഗ്രേഷന് വിധേയരാകും. അതുപോലെ തന്നെ അവരുടെ ഇൻഡിജീനിയസ് ലാൻഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ് ആൻഡ് ട്രോമയും ആൾക്കാർ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രൊട്ടക്റ്റഡ് ഏരിയ മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ വനമേഖലകളിലെ റിസർവ് ഫോറസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും വേണ്ടി എടുക്കുന്ന മെഷേഴ്സ്, ആളുകൾക്ക് ഇങ്ങനെ ഇത് കാരണം നാശനഷ്ടം സംഭവിക്കുന്ന ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള സ്കീമുകൾ, കമ്മ്യൂണിറ്റി ബേസ്ഡ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സ്, അതായത് ഇൻഡിജീനിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ കൂടി സഹായത്തോട് കൂടി കൺസർവേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, റിസർച്ച് ആൻഡ് മോണിറ്ററിങ്, പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ജനറലി ഉള്ള ഇതിനെടുക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ആണ്. സോ ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നത് കരീബിയൻ ഐലൻഡുകളിലെ ഏറ്റവും സദേൺ മോസ്റ്റ് ഐലൻഡ് കൺട്രി ആയിട്ട് കണക്കാക്കുന്ന ഒരു രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇതൊരു ഒറ്റ രാജ്യമാണെങ്കിലും രണ്ട് വലിയ ഐലൻഡുകളാണ്. അല്ലെങ്കിൽ ട്രിനിഡാഡ് എന്ന് പറയുന്ന വലിയൊരു ഐലൻഡും ടൊബാഗോ എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡ് ഉൾപ്പെടുന്നതാണ് ഈ രാജ്യം. ഇത് കൂടാതെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഐസ്ലേറ്റുകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളും ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോർട്ട് ഓഫ് സ്പെയിൻ ആണ്. ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്
സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നതാണ്. അപ്പോൾ നോർമലി നമ്മൾ ഈ കരീബിയൻ ഐലൻഡുകൾ അല്ലെങ്കിൽ ഐലൻഡ് രാജ്യങ്ങളിൽ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെയൊക്കെ എക്കണോമി വലിയൊരു അളവോളം ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിസർവ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ എക്കണോമിയുടെ വലിയൊരു ശതമാനവും ഈ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിസർവിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസും ഒക്കെ കാരണം പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ അതിർത്തി രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് ബാർബഡോസ് ആണ് വരുന്നത്, നോർത്ത് വെസ്റ്റേൺ സൈഡിലായിട്ട് ഗ്രനാഡ, അതുപോലെ തന്നെ സൗത്ത് ആൻഡ് വെസ്റ്റിലായിട്ട് വെനസ്വേല എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഇവർക്ക് അതിർത്തിയുള്ളത്. ഒരു ഐലൻഡ് രാജ്യം ആയതുകൊണ്ട് തന്നെ ഇവരുടെ അതിർത്തികളെല്ലാം തന്നെ മാരിടൈം ബോർഡേഴ്സ് ആണെന്ന് പറഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.